നരനായിങ്ങനെ ചെഞ്ചു ഭൂമി നരകവാരീതി നടുവിൽ ഞാൻ. അപ്പോൾ നമ്മൾ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞു കേട്ടോ. വിളക്ക് വെച്ചു, പ്രാർത്ഥിച്ചു, കുറച്ചധികം നേരം നാമൊക്കെ ചൊല്ലിയപ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. കുറച്ചധികം നാമം ചൊല്ലി കഴിയുമ്പോൾ. പിന്നെ ഇനിയിപ്പോൾ ചായ ഉണ്ടാക്കണം. ചായ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ബ്രെഡ് വാങ്ങിയിട്ടുണ്ട്, പാല് വാങ്ങിയിട്ടുണ്ട്, പിന്നെ ഒരു ബട്ടർ വാങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരു ഗാർലിക് ബട്ടറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ. അപ്പോൾ ആ ബട്ടർ ഞാൻ വീണ്ടും വാങ്ങിയിട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഗാർലിക് ആൻഡ് ഹെർബ്സ് ബട്ടറാണത്. അപ്പോൾ അത് നമുക്ക് ബ്രെഡിൽ പുരട്ടിയിട്ട് ബ്രെഡ് പൊരിച്ചെടുക്കാം. എന്നിട്ട് നമുക്കതും കൂട്ടി ചായ കുടിക്കാം. രാവിലെ വന്നിട്ടില്ല, അപ്പോൾ അപ്പോഴേക്കും നമുക്ക് ഇത് റെഡിയാക്കാം. അപ്പോൾ ചൂടോടെ ഇപ്പോൾ എത്തുമെന്ന് വിചാരിക്കുന്നു. നമ്മളൊന്ന് ചൂടോടെ സെർവ് ചെയ്യാമല്ലോ. നല്ല മഴയാണ് പുറത്തിട്ടോ. അപ്പോൾ നല്ല ചൂട് ചായയും ബ്രെഡ് പൊരിച്ചതും കഴിക്കാം. ഞാൻ മുൻപ് വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ പേഴ്സണലി വന്ന് പറഞ്ഞു, ശ്വേത ഇങ്ങനെ നോൺ സ്റ്റിക്ക് പാനിൽ സ്റ്റീലിൻ്റെ സ്പൂണുകളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല, അത് ഭയങ്കര പല ഹെൽത്ത് പ്രോബ്ലംസും, അത് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും അതൊന്ന് വാങ്ങിച്ചു. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ബട്ടർ, അമുലിൻ്റെ ഗാർലിക് ആൻഡ് ഹെർബ്സ് ബട്ടർ. പിന്നെ പഴം, നാളികേരം, മല്ലിയില, ബ്രെഡ്, പിന്നെ പാല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, നുറുക്ക് ഗോതമ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ ഈവനിങ് എത്ര പെട്ടെന്നല്ലേ ഓരോ ദിവസവും കടന്നു പോകുന്നത്. ഇന്നത്തെ ഈ ഒരു ദിവസം എനിക്ക് മനസ്സിലായ ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് നമ്മുടേതായ ഒരു സ്റ്റാൻഡ് വേണം. നമുക്ക് നമ്മുടെ സ്വന്തം നിലപാടില്ലെങ്കിൽ അത് നമ്മുടെ ചുറ്റുമുള്ളവരെ അത് നല്ല രീതിക്ക് തന്നെ എഫക്ട് ചെയ്യും. ഞാൻ എൻ്റെ സ്വന്തം നിലപാടിൽ നിൽക്കുന്ന ഒരാളാണ്. ഞാൻ ഒരിക്കലും രണ്ട് വെള്ളത്തിൽ കാലിട്ട് നിൽക്കാറില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വലിയ ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. നമുക്ക് എല്ലാവരും സന്തോഷിപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ. നമ്മൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ മതിയെന്നേ. എന്തിനപ്പം എല്ലാവരെയും സന്തോഷിപ്പിച്ചിട്ട് നമ്മൾ ആരും നമ്മുടെ തലയിൽ കയറി നിറങ്ങാനായിട്ട് അനുവദിക്കരുത്. അത് പ്രൊഫഷണൽ ലൈഫ് ആണെങ്കിലും ശരി, പേഴ്സണൽ ലൈഫ് ആണെങ്കിലും ശരി.